കർത്താവിന്റെ മണവാട്ടിയാ. നീ കർത്താവിന്റെ മണവാട്ടിയാ. എന്റെ 13-ാം വാക്യം വായിച്ചു. രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൾ ചോദിക്കുന്ന സകലതും എന്ത് ചെയ്യും? കൊടുക്കും. സകലതും കൊടുക്കും. അടുത്ത ഇനി രാജ്ഞിയുടെ തലയിൽ കിരീടം വെച്ചത് വായിച്ചേ. നോക്കണമേ, അവൾ അന്തഃപുരത്തിലായിരുന്നത് കൊണ്ട്, അവൾ പുറത്തു പോകാത്തത് കൊണ്ട്, മൊർദെഖായിക്ക് ഇത്രയും വലിയൊരു കരച്ചിൽ വന്നിട്ടും അവൾ പോകാത്തത് കൊണ്ട്, ഇവിടെ രാജാവിന്റെ സകല സ്ത്രീകളിലും വെച്ച് രാജാവ് ആരെ സ്നേഹിച്ചു? ഇതാണ് വധു. അവൾ എന്ത് ചെയ്തില്ല? അവളെ വളർത്തിയ അപ്പന് ദുഃഖം വന്നിട്ടും അവള് പോയില്ല. അവളെ ആക്കിയ സ്ഥലത്ത് അവൾ എന്ത് ചെയ്തു? അന്തഃപുരത്ത് തന്നെ. ഇങ്ങനെ വന്നപ്പോൾ രാജ്ഞിയായിരിക്കുന്ന എസ്തേറിനെ സകല രാജ്ഞികളെക്കാൾ, സകല സ്ത്രീകളെക്കാൾ രാജാവ് അവളെ സ്നേഹിച്ചു. കിരീടം അവളെ തലയിൽ വെച്ചു. ഇപ്പൊ രാജ്ഞി പറയുകയാണ്, ഞാൻ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ മുമ്പിൽ ചെല്ലും. കാരണം ഞാൻ വിളിക്കുമ്പോഴേ പോകാൻ പാടുള്ളൂ, അല്ലാത്തവരെ തല വെട്ടിക്കളയും. പക്ഷെ എങ്കിലും ഇപ്പോഴാ വ്യവസ്ഥ ഇല്ല, എനിക്ക് ചെല്ലേണ്ട സമയമല്ല. എങ്കിലും ഞാൻ ഉപവസിച്ചിട്ട് പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കും. എന്നിട്ട് ഉപവാസത്തിന് അവരെ കൂട്ടത്ത് പോയോ? ഞാനും വന്ന് നിങ്ങളെ കൂട്ടത്ത് 10 ദിവസം ഇരിക്കാം. പ്രിയ ദൈവമക്കളെ, വേർപെട്ടവൻ വേർപെട്ടത് തന്നെ. അവരോട് കൂടിക്കലരാനല്ല നിന്നെ വിളിച്ചത്. അവൻ വേർപെട്ടു. ഇനി എസ്തേർ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോയി. 5:2 വായിച്ചേ. നോക്കണമേ, അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെട്ട് വരത്തക്ക രീതിയിൽ രാജാവ് അവളോട് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? അത് രാജ്യത്തിന്റെ പകുതിയായാലും അപ്പൊ ആ പകുതിക്കകത്ത് എന്തുണ്ട്? കൊട്ടാരങ്ങളുണ്ട്, വീടുകളുണ്ട്, ജനമുണ്ട്, താഴ്വരയുണ്ട്, വയലുണ്ട്, സകല നേട്ടങ്ങളും ഞാൻ നിനക്ക് തരും. രാജ്യത്തിന്റെ പകുതിയിലുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക്. നമ്മൾ എത്രയോ ഉപവാസ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം, എന്തെങ്കിലും ഒരു അനുഗ്രഹം. കാര്യം നമ്മളിവിടെ 2.5 മണിക്കൂർ ഇവിടെ, ബാക്കി 6 മണിക്കൂർ, ബാക്കി എത്ര മണിക്കൂർ? 21.5 മണിക്കൂറും രാജ്യത്തിന്റെ പകുതിയായാലും ഞാൻ നിനക്ക് തരാം. 7:2 വായിച്ച. 7:2. രാജ്യത്തിന്റെ പകുതിയായാലും നിവർത്തിച്ചു തരാം. ഒരു യഥാർത്ഥ മണവാട്ടി രാജ്യത്തിന്റെ പകുതി ചോദിക്കില്ല. യഥാർത്ഥ മണവാട്ടി അതിലെ വയലുകളെ ചോദിക്കില്ല, അതിന്റെ നീരുറവുകളെ ചോദിക്കില്ല, അതിലുള്ള സകലതിനെയും അല്ല ചോദിക്കുന്നത്, തന്റെ കുടുംബത്തിന്റെ രക്ഷ. പിടികിട്ടിയ? നമ്മൾ വന്ന ഇവിടെ പ്രാർത്ഥന മുഴുവനും എന്റെ കുടുംബത്തിലെ അനുഗ്രഹം, എനിക്ക് അത് കിട്ടണം, എന്റെ മോൻ ഇത് കിട്ടണം, എന്റെ മോക്ക് അത് കിട്ടണം, അത് അങ്ങനെ. പക്ഷെ എവിടെ എസ്തേർ പറയുന്നു? അടുത്ത വാക്യം വായിച്ചേ. എന്നോട് കൃപയുണ്ടെങ്കിൽ
നിങ്ങൾക്കറിയാമോ, ഒരു സഭ വിട്ട് ഒരു സഭയിൽ നിന്നൊരു ദൈവദാസൻ മാറിപ്പോവുകയാണ്. ഒരു ഉദാഹരണം, പൗലൂസ് ഒരിടത്ത് നിന്ന് മാറിപ്പോയി. പൗലൂസിന് വേണമെങ്കിൽ തിമത്തിയോസിലെ ആ ജനത്തെ ഏൽപ്പിക്കാം. കാര്യം തന്റെ നിജപുത്രനാണ്, അല്ലേ? യഥാർത്ഥ മകന് പകരം താൻ ജനിപ്പിച്ചവനാണ് തിമത്തിയോസ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ അത്യുത്സാഹി ആര്? പൗലൂസിന്റെ മക്കളിൽ ഒരാൾ അത്യുത്സാഹിയാണ്. ആര്? തീത്തോസ്. അവനെ ഏൽപ്പിക്കാം. പക്ഷെ പൗലൂസ് ഇവരെ രണ്ടുപേരെ ഏൽപ്പിച്ചില്ല. പിന്നെ ആരെ ഏൽപ്പിച്ചു? ചിലരൊക്കെ ഉണ്ട്, പാസ്റ്റർ കാലിൽ തൂങ്ങി നടക്കണവന്റെ അടുത്ത സഭ കൊടുത്ത, അടുത്ത ഈ സഭ ചാർജ് കൊടുത്താ എന്ത് ചെയ്യും? വളരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. ചിലര് പാസ്റ്ററോട് ഒട്ടി നിന്ന് കുറെ പ്രാർത്ഥനയ്ക്കൊക്കെ പെയ്യാൽ അവർക്ക് ഈ സഭയുടെ ഭരണം കൊടുത്താൽ വളരും എന്ന് കാത്തിരിക്കുന്നവരുണ്ട്. ഇവരെ രണ്ടുപേരെ കയ്യിലും പൗലൂസ് എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. സഭയെ കൊടുത്തില്ല. പിന്നെ ആരെ കയ്യിൽ കൊടുത്തു? പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 22 ചുമതല ആക്ക് കൊടുത്ത് പാല് തൂങ്ങി നടന്ന തിമത്തിയോസിനാണോ? തീത്തോസിന് കൊടുത്തോ? പിന്നെ ആക്ക് കൊടുത്ത്? കൃപയുടെ വചനത്തിന്. തിമത്തിയോസിനെ ഏൽപ്പിച്ച അവന്റെ ഇഷ്ടത്തിനുള്ള പോക്ക് പോകും. തീത്തോസിനെ ഏൽപ്പിച്ച തീത്തോസ് എങ്ങനെ അത്യുത്സാഹിയായി? പൈസ പിരിവ്, ധർമ്മശേഖരണം, ഇതുകൊണ്ട് അവൻ അത്യുത്സാഹി എന്ന് പേര് കിട്ടിയത്. അവൻ ജനത്തിനെ പണം പിരിച്ചോണ്ടിരിക്കും. നിജപുത്രനാകുന്നതിന് മുമ്പേ തിമത്തിയോസിനോട് പൗലൂസ് കൊടുത്ത ഒരു വാക്യമുണ്ട്, വചനമുണ്ട്. എന്താ? നീ പറയുന്നത് ഇന്നതെന്ന് സ്ഥാപിക്കുന്നത് ഇന്നതെന്ന് നീ തിരിച്ചറിയണം. അപ്പം പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും തിരിച്ചറിയാതെ തിമത്തിയോസ് എന്ത് ചെയ്തു? ഒരുപാട് കാര്യം. അതിന് കാരണം ശുദ്ധഹൃദയം ഇല്ലാത്തതുകൊണ്ട്. പിടികിട്ടിയ? ശുദ്ധഹൃദയമുള്ളവർക്ക് താൻ എടുക്കുന്നത് എന്താണെന്നും പറയുന്നത് എന്താണെന്നും സ്ഥാപിക്കുന്നത് എന്താണെന്നും ബോധ്യം വരും. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ വ്യക്തിപരമായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു തിമത്തിയോസിനെ പരമേൽപ്പിച്ചാൽ അപ്പൊ എന്തിനു പറയണേ, എന്തിനു പ്രസ്താവിക്കണം അവര് തന്നെ പിടികിട്ടിയ? ഇതൊക്കെ എവിടെ കിടക്കണമെന്ന് പോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ആ വ്യക്തികളിൽ ഒന്നും പൗലൂസ് എന്ത് ചെയ്തില്ല? തന്റെ വചനം കേട്ടവരെ ഫലമേൽപ്പിച്ചില്ല. കൃപയുടെ വചനത്തിൽ ഫലമേൽപ്പിച്ചു. ഈ വചനത്തിൽ ഫലമേൽപ്പിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ ഈ സോർ നിവാസികൾ ആരാണ് താമസിക്കുന്നത് അവിടെ? ഒരു വലിയ അനുഗ്രഹം പ്രാപിച്ച കൂട്ടം അവിടെ താമസിക്കുകയാണ്. പറഞ്ഞുതരാം. സോർ ആർക്ക് അവകാശം കിട്ടിയത്? അശേർ ഗോത്രത്തിന്. യോശുവയുടെ പുസ്തകം 19:29. സോർ അശേർ ഗോത്രത്തിന്. അശേർ ഗോത്രത്തിന്റെ അനുഗ്രഹം അറിയാമോ നിങ്ങൾക്ക്? അപ്പൊ എന്താ അനുഗ്രഹിച്ചത്? നിന്റെ ആഹാരം പുഷ്ടിയുള്ളതും നീ രാജകീയ സ്വാദുഭോജനം കൊടുക്കുന്നത്. ഇനി അടുത്ത് മോശ അനുഗ്രഹിച്ചത് അറിയാമോ? ആവർത്തന പുസ്തകം 33, 24, 25 വാക്യങ്ങൾ വായിച്ച്.
സഹോദരങ്ങൾക്ക് ഇഷ്ടനായിരിക്കണം. അവന്റെ കാല് എണ്ണയിൽ മുക്കണം. എന്നൊരു ഉപജീവന മാർഗം അവന് സമൃദ്ധിയായിട്ട് ഉണ്ടാകും. അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഇരുമ്പ് ഓടാമ്പലും കൊണ്ടുള്ളത്, അവന്റെ ചെരുപ്പ് ഒരിക്കലും തേയാത്തത്. ഈ അനുഗ്രഹമുള്ളവൻ ജാതികളുടെ കൂട്ടത്ത് ചേർന്നപ്പോ ഇപ്പൊ അവനും എന്തായി മാറി? ദൈവത്തിന് വിരോധമുള്ള ജാതിയായിട്ട് പിടികിട്ടിയ. ഇവരെ കീഴടക്കിയിട്ടാണ് അത് സ്വന്തമാക്കാൻ പറഞ്ഞ ആ ദേശം. ആരടുത്ത്? അശേർ ഗോത്രത്തിന്. പക്ഷെ ഇവരെ കീഴടക്കിയില്ല. ഈ സ്വർനിവാസികളെ കീഴടക്കിയില്ല, അവരെ കൂട്ടത്തങ്ങ് പാർപ്പിച്ചു. ഇപ്പൊ അവരും ആരായി മാറി? സോർ നിവാസികളായിട്ട്. അതാണ് പറയണത്, മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും. അവർ ഇങ്ങോട്ട് വന്നില്ല, ഇവർ അങ്ങോട്ട് ആയി. അതിനകത്ത് കിടന്ന അശേർ ഗോത്രത്തിന് എങ്ങനെയും തിരിച്ചു വരണം. അതിനുവേണ്ട അശേർ ഗോത്രം ആദ്യം ചെയ്ത വേല എന്താണ്? സോറിലുള്ള അശേർ ഗോത്രം ചെയ്ത വേല പറഞ്ഞോ? എന്തൊരു പറയണ? ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് രാജാവായപ്പോ അവനൊരു കെട്ടിടം വെച്ചു കൊടുത്തു, അരമന വെച്ചു കൊടുത്തു. 2 ശമൂവേലിന്റെ പുസ്തകം 5:11. ദാവീദിന് ഒരു അരമന പണിതു കൊടുത്തു. അടുത്ത് ദാവീദിന്റെ മോൻ ശലോമോൻ രാജാവായപ്പോൾ ആലയപ്പണിക്ക് കുറെ സഹായിച്ചു. അവിടെ ഉള്ളവരാണ് കല്ല് ചെത്താനും മരം കയറ്റാനും മരം മുറിക്കാനും ഉള്ള സാമർഥ്യം ഉള്ളവര്. ഇവര് വന്ന് ആലയത്തിന് എന്ത് ചെയ്തു? കുറെ പണം കൊടുത്തു, കുറെ കല്ല് കൊടുത്തു, കുറെ പണി ചെയ്തു. കൂലിയായിട്ട് അവരെന്തിനു വാങ്ങിച്ച്? ആകാരം മാത്രം വാങ്ങിച്ചു. അപ്പൊ ആലയത്തിന് വേണ്ടി, കർത്താവിന്റെ ശരീരത്തിന് വേണ്ടി ഈ പാടുപെട്ടവരിൽ നിന്ന് കുറച്ച് വധുക്കളെ എന്ത് ചെയ്യണം? എടുക്കണോ എടുക്കണ്ടേ? എടുക്കണോ എടുക്കണ്ടേ? പറ. ഇവർ താമസിക്കണ എവിടെ? സോറിൽ. ഇവരെ എടുക്കണോ എടുക്കണ്ടേ? സിസ്റ്ററെ, ഇവര് കുറെ പൈസ ചെലവാക്കിയില്ലേ? കുറെ പണി ചെയ്തില്ലേ? ഇവർ ആകാരം മാത്രമല്ലേ വാങ്ങിച്ചോളൂ? അതോ കള്ളക്കണക്ക് പറഞ്ഞ് കൂലിയും കൂടെ വാങ്ങിച്ചാ? ഇപ്പൊ പള്ളിപ്പണി അങ്ങനെയാ നടക്കുന്നത്. അങ്ങോട്ട് പോയതിന് 100 രൂപ പെട്രോളിന് 250 എഴുതി വെക്കുന്നു, അല്ലേ? ഊണ് വാങ്ങിച്ചു 5 പേർക്ക്. അത് ഒരിടത്തും ഇല്ലാത്ത ഊണിന്റെ വില 180. ഇവിടെ 110 രൂപയ്ക്ക് നല്ല ഊണ് കിട്ടും. 180. അവനും അവന്റെ വീട്ടിലുള്ളവർക്കും കൂടെ ഉള്ള ചെലവിന്. അങ്ങനെയല്ല. അശേർ ഗോത്രം വന്ന് എന്ത് ചെയ്തു? പൈസ വാങ്ങിക്കാതെ ആകാരം മാത്രം കഴിച്ചോണ്ട് അങ്ങനെയുള്ള ചിലരിൽ നിന്ന് ചില വധുക്കളെ എടുക്കണോ എടുക്കണ്ടേ? വേണോ വേണ്ടേ? വേണം. വേണോ വേണ്ടേ? അതിന് വധുക്കളെ എടുത്തിട്ട് അവരെ എന്ത് ചെയ്തു? അന്തഃപുരത്താക്കി വെച്ചു. എന്തിന്? നീ അവരോടെ ചേരാനല്ല, അവർ നിന്റെ പക്ഷം ചേരണം. അതിന് അന്തഃപുരത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ. ഇവിടെ പൗൽ പറയുകയാണ്, രാജാവേ, 7:2 7 വാക്യം വായിച്ചോ, 4-ാം വാക്യം വായിച്ചോ. എന്നെയും എന്റെ ജനത്തെയും. ഏത് ജനം? ആലയത്തിന് പണിക്ക് പൈസ കൊടുത്ത ജനം, സാമർത്ഥ്യത്തോടെ വേല ചെയ്ത ജനം. ഈ ജനത്തെ എന്ത് ചെയ്തിരിക്കണ? കൊന്നു മുടിക്കേണ്ട ഒരു ശത്രുവിന് നീ അധികാരം കൊടുത്തിരിക്കുന്നു. നോക്കണമേ, ഇതുവരെ രാജാവ് അറിയാത്ത കാര്യം ദേശം മുഴുവനും അറിഞ്ഞു. ശൂഷൻ രാജധാനി മുഴുവനും അറിഞ്ഞു. ശൂഷൻ പട്ടണം അറിഞ്ഞു.
ശൂഷം പട്ടണം മൊത്തം നിലവിളിച്ചു, കരഞ്ഞു, ആർത്തു, ദുഃഖിച്ചു. പക്ഷെ ഇതിൽ അറിയാത്ത ഒരാളുണ്ട്. ആര്? കാരണം എന്താ? പറയേണ്ടവൾ പറഞ്ഞില്ല ഇതുവരെ. നിന്റെ കുടുംബത്തെ കുറിച്ച് പറയേണ്ട നീ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയ നമ്മൾ പറയും, പാസ്റ്റർ ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി, എൻ്റെ അണ്ണന് വേണ്ടി, എൻ്റെ മാവന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ എനിക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നീ ഇന്നും അവരെ ഇടയിൽ കിടന്നിട്ടാ പ്രാർത്ഥന. നീ വേർപെട്ടൊരു ജീവിതം നയിച്ചിട്ടല്ല പ്രാർത്ഥന. നീ പ്രാർത്ഥനയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മിറ്റം വരെ വരേണ്ടവരെ നീ നിന്റെ വീട്ടിനകത്ത് കയറി സൽക്കരിച്ചിട്ട് നിന്റെ വിഷയങ്ങൾ അവരോട് ഷെയർ ചെയ്തിട്ടാണ് നിന്റെ പ്രാർത്ഥന. എസ്തർ അത് ചെയ്തില്ല. അങ്ങനെ വേർപെട്ട് ജീവിക്കുന്ന നീ എപ്പോൾ നിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമോ അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും. അല്ലെങ്കിൽ ശൂഷൻ പട്ടണം മുഴുവൻ അറിഞ്ഞ കാര്യം രാജാവ് അറിയണ്ടേ? അറിയണോ? ശൂഷൻ രാജധാനിയിൽ നിന്നല്ലേ അവള് പറഞ്ഞത്, എസ്തേർ പറഞ്ഞത് ഞാൻ ഉപവസിക്കും, നിങ്ങൾ ഉപവസിക്കുമെന്ന്. അപ്പൊ രാജധാനിയിൽ അറിഞ്ഞ വിഷയം രാജാവ് അറിയണ്ടേ? എന്തുകൊണ്ട് രാജാവ് ചെവി കൊടുത്തില്ല? വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരാൾ ഇതുവരെ അതിനു വേണ്ടി സംസാരിച്ചില്ല. വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരാൾ ഇതുവരെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചപ്പോൾ ഹാമാന്റെ കിടന്ന മോതിരം, എസ്തേർ 8:2, അധികാരം ആരെ കയ്യിൽ വന്നു? നിന്നെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ കയ്യിൽ വന്നു. വന്നോ? ഇതേപോലെ നിന്റെ പ്രാർത്ഥന മുഖാന്തരം നിന്റെ അപ്പനും അമ്മയും മാനിക്കുന്നുണ്ടോ? മാനിക്കുന്നുണ്ടോ? അധികാരം മൊർദെഖായിയുടെ കയ്യിൽ വന്നു. 8:15 വായിച്ചേ. കലങ്ങിയിരുന്ന പട്ടണം സന്തോഷിക്കണമെങ്കിൽ നിന്റെ അപ്പൻ നിന്നാൽ ബഹുമാനിക്കപ്പെടണം. തന്നെ പട്ടണത്തിൽ അപ്പം കലങ്ങിയ 3:15 8:15 പട്ടണം സന്തോഷിച്ച നിന്റെ അപ്പൻ ബഹുമാനിക്കപ്പെടുമ്പോൾ, നിന്റെ അമ്മ ബഹുമാനിക്കപ്പെടുമ്പോൾ നിന്റെ ചാർച്ചക്കാർ നിന്നെ ബഹുമാനിക്കും. നിന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. അതിനങ്ങോട്ട് പോവയല്ല. വേർപെട്ടിരുന്ന നീ പ്രാർത്ഥിര. ഇതാണ് സഭയുടെ മണവാട്ടി. പൗലോസ് പറയുന്നത് ഈ മർമ്മം വലുത്. ഇത് അനാദി കാലഘട്ടത്തിൽ മറഞ്ഞു കിടന്നത്. ഇപ്പോൾ ഞാൻ സഭയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇത് അല്ലെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-9 വരെ വാക്യങ്ങൾ വായിച്ചോ. കണ്ട, സുവിശേഷത്തിൽ കൂടെ ക്രിസ്തുവിൽ കൂട്ടവകാശിയും. ഇപ്പോഴല്ലേ വിവാഹമായത്? ഇത് ഇപ്പോഴേ തന്നെ വിവാഹം. ദൈവം യോജിപ്പിച്ചത് ഇപ്പോഴേ തന്നെ ആയി. ദൈവം യോജിപ്പിച്ചത് നിങ്ങൾ വേർപിരിയ. അവർ രണ്ടല്ല, ഇനി ഒന്ന്. ഇപ്പോഴേ തന്നെ വിവാഹം. ഇതല്ലേ നമ്മളെ വിവാഹ ശുശ്രൂഷയിൽ എടുത്ത് പ്രബോധിപ്പിക്കേണ്ടത്. എന്നെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രബോധനം കേട്ടിട്ടുണ്ടോ? വിശ്വാസത്തിൽ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്രബോധനം നിങ്ങൾ കല്യാണത്തിന് പോയി കേട്ടിട്ടുണ്ടോ? ഇപ്പോഴല്ലേ ഏക ശരീരമായി മാറിയത്? ആണോ? വായിച്ചേ. വാഗ്ദത്തത്തിന് പങ്കാളിയുമായി.
ശരീരമാക്കി. ഏക ശരീരമാക്കിയപ്പോൾ എന്താക്കി? വാഗ്ദത്തത്തിന് പങ്കാളിയാക്കി. ആ ഈ ശക്തിയുടെ സുവിശേഷമാണ് എനിക്ക് ലഭിച്ചത്. അല്ലാതെ നിന്നെ വാലല്ല തലയാക്കാന്ന് പറയുന്ന കള്ള പ്രവചനത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തിയല്ല. നീ എങ്ങനെ ജീവിച്ചാലും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്താമെന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ശക്തിയല്ല. ഈ സുവിശേഷത്തിന്റെ ശക്തി, ഈ സുവിശേഷത്തിന്റെ ശക്തി. ആ ഏറ്റവും ചെറിയവനെന്ന് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഈ സുവിശേഷത്തിൽ ഞാൻ എന്താണ്? ഏറ്റവും ചെറിയവൻ, എന്നാൽ കുറഞ്ഞവനല്ല. ഏറ്റവും ചെറിയവനാണ്, പക്ഷേ നിങ്ങളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. വാക്ചാതുര്യമില്ല, പക്ഷെ പരിജ്ഞാനമില്ലാത്തവനല്ല എന്ന് ഞാൻ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ആ സുവിശേഷത്തിന്റെ ശക്തി ജാതികളോടുള്ള ക്രിസ്തുവിന്റെ അപ്രമേയത്തെ കുറിച്ച് പ്രസ്താവിക്കാൻ ഇത് എങ്ങനെ കിടന്നത്? അനാദികാലം തൊട്ട് മറഞ്ഞു കിടക്കുന്നത്. അനാദികാലം തൊട്ട് മറഞ്ഞു കിടന്നത്. എനിക്ക് മെനിങ്ങാന്ന് രാത്രിയാണ് ഇത് വെളിപ്പെട്ടത്. സത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഞാനും ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം ഞാൻ സഭയിൽ പ്രസ്താവിക്കുന്നു. ഇത് പ്രസ്താവിക്കാൻ മാത്രമല്ല, എസ്തേർ നേടിയതുപോലെ നിങ്ങളെയും നിങ്ങളെ കുടുംബങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. അതിന് എസ്തേർ അന്തഃപുരത്തിൽ പാർത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വേർപാട് വിശുദ്ധിയിൽ ജീവിക്കണം. എങ്കിലേ കേൾക്കാൻ കഴിയൂ. കുമാരിയോട് പറഞ്ഞ എന്താണ്? 9-ാം വാക്യം. കേക്കണം. നമ്മളെ സാറാ എല്ലാം ഒരുക്കി കൊടുത്ത് 3 അതുകൂടെ പറഞ്ഞ് നിർത്താം. ബാക്കി ഒരുപാട് ദൂതമുണ്ട് കേട്ടാ ഇതില്. എല്ലാം ഒരുക്കി കൊടുത്ത് അല്ലേ? 3 കുഴങ്ങ മാവെടുത്തു, മാവ് ചുട്ടു, അതിലപ്പം ചുട്ടു, നല്ലൊരു പശുക്കിടാവിനെ പിടിച്ചു കൊന്നു, ബാല്യക്കാരനായിട്ട് എണ്ണയിൽ പാചകം ചെയ്തു. തളന്ന് 3 പറ മാവ് എടുത്ത് കുഴച്ച് എല്ലാം ഒരു പറ 12 പക്ക 12 പക്ക മാവില 36 പക്ക മാവിലുള്ള മാവ് കുഴച്ച് വേവിക്കാൻ വല്ല പാടുകൊണ്ടാ? ഇത്രയും വേവിച്ചൊക്കെ പറക്കി വെച്ചിട്ട് സാറ വിചാരിച്ച് തളന്ന് ഇനിയെങ്കിലും അവന്മാർ തിന്നോണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലല്ല ചെന്ന് നിന്നത്. അങ്ങനെയാണോ നിന്നത്? അങ്ങനെയാണോ സാറ നിന്നത്? ക്ഷീണിച്ച് തളന്ന് എനിക്ക് നീ വയ്യേ. അടുക്കളയിലല്ല, അവള് ആ ഹാളിന്റെ ഇപ്പുറത്ത് വന്ന് ഇങ്ങനെ നിന്ന് എന്തരാണ് ഇവർ തിന്നിട്ട് പറയണമെന്ന് കേൾക്കാൻ. അപ്പോഴാണ് ഒരു ദൂത് കേട്ടത്. എന്ത് ദൂത്? 18:10 വായിക്കുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾ ഇത് വഴി വരും. അന്ന് നീ 24 വർഷം കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് നേടാത്തത് ഞാൻ അവർക്ക് നൽകും. ഈ ദൂത് കേട്ടു. കേൾക്കണമെങ്കിൽ എവിടെ നിൽക്കണം? അകത്ത് നിൽക്കണം. അന്തഃപുരത്തിനകത്ത് നിൽക്കണം. നീ ക്ഷീണിച്ചെന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല, നീ അകത്ത് നിൽക്കണം. അകത്ത് നിൽക്കുമ്പോ ഒരു ദൂത് നീ കേൾക്കും. കേട്ടില്ലേ? ദൂത് കേട്ടില്ലേ? അവൾ ചിരിച്ചുപോയി. കാര്യം ഒരു സാധ്യതയും ഇല്ല, ഒരു സാധ്യതയും ഇല്ല. അതിന്റെ മറുപടി കിടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില. എന്താ മറുപടി? അതുകൂടെ പറ.
9:31 ആര്? എടാ, ഇതുവരെ അമ്മയുടെ ഗർഭം മുതൽ നടക്കാത്ത കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നീ ദൈവഭക്തനായിരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയിരുന്ന് പ്രാർത്ഥിക്കണം? ദൈവഭക്തനായിരുന്ന് പ്രാർത്ഥിക്കണം. ഇതുവരെ നടക്കാത്തത് ചിലത് നടക്കും. അല്ലാതെ ജാതികളോട് ഇടകലർന്നിട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തില്ല? പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തന, ഈ കുരുടന, ഈ കുരുടാക്കി വെച്ചത് തന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ആ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, അല്ല, എന്നും ദൈവഭക്തനായിരിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ആ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യരുത്? ജാതികളെ കൂട്ടത്ത് പിടികിട്ടിയാ? ഇത് നീ കേൾക്കണം. കേട്ടിട്ട് നീ അറിയണം. അതിനകത്ത് 4 ദൂത് കിടപ്പുണ്ട്. അത് ഞാൻ നിർത്തുകയാണ്. നോക്കണം, ചെവി ചായ്ക്കണം, മറക്കണം. 4 ദൂതാണ്. എന്താണ് നോക്കേണ്ടത്? എന്തിനാണ് ചെവി ചായ്ക്കേണ്ടത്? ഇന്ന് പകൽക്കാലം നിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് ദൈവം അന്തഃപുരത്തിലാക്കി. ഈ അന്തഃപുരത്തിൽ നീ പാർത്തുകൊണ്ട്, വിശുദ്ധിയിൽ വേർപാടിൽ നീ ജീവിച്ചുകൊണ്ട് നീ അപേക്ഷീര, നിന്റെ അപേക്ഷ സഫലമാകും. ഒരു പ്രാർത്ഥന, അതാണ് കർത്താവ് പറയുന്നത്, എന്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ നാമത്തിൽ ചോദിക്കാൻ ഒരു യോഗ്യത നമുക്ക് ഉണ്ട്. ആ യോഗ്യത നമ്മൾ പ്രാപിച്ചിട്ട് ചോദിര. പിന്നെ മറ്റൊന്ന് ഞാൻ പറയാം. 70 വർഷം കഷ്ടത അനുഭവിക്കണമെന്ന് എഴുതിയതാര്? ദൈവം. ബാബേൽ സാമ്രാജ്യത്തിൽ കഷ്ടത അനുഭവിക്കണമെന്ന് ദൈവം എന്ത് ചെയ്തു? എഴുതി. അപ്പോഴാണ് ദൈവം ദാനിയേലിനോട് പറഞ്ഞത്, മോശയല്ല, ഇയ്യോബല്ല, എസ്കേൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചാലും ഈ 70 വർഷം കാണാതെ ഞാൻ എന്ത് ചെയ്യില്ല. മറുപടി, അങ്ങനെ വരുന്ന കഷ്ടതകളുണ്ട്. അത് വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം. അത് ഇത്ര ദിവസം എന്ന് പറഞ്ഞ് ദൈവം എഴുതി. അവിടെ ഇനി എസ്കേലല്ല, ദാനിയേലല്ല, മോശ വന്നു നിന്ന് പ്രാർത്ഥിച്ചാലും ഈ 70 ദിവസം കഴിയണ നേരം ദൈവം തിരിഞ്ഞിങ്ങനെ ഇരിക്കും. അത് എന്റെ മോന്റെ കുറ്റത്തിന് വേണ്ടിയല്ല എന്നെ. പിന്നെ പ്രവാസത്തിൽ പോയ ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം പറ. എന്റെ കുറ്റം ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. അത് അവന്റെ കുറ്റത്തിനല്ല എന്നെ ശിക്ഷിച്ചത്. എന്റെ എവിടെയോ കുഴപ്പമുണ്ട്. അത് എവിടെയാണ് കുഴപ്പം പറ്റിയതെന്ന് ഞാൻ തന്നെ അതിനെ തെരഞ്ഞു കടിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കുറ്റം നമ്മൾ ചിന്തിക്കണായിരിക്കില്ല ദൈവത്തിന്റെ മുമ്പിൽ. ദാവീദിന്റെ വീട്ടില് കുടുംബത്തില് പ്രതികൂലം കയറാനുണ്ടായ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, സ്ഥിരമായി ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്. അതാണ് ദാവീദ് പറയുന്നത്, സ്ഥിരമായിട്ടൊരാത്മാവിനെ എനിക്ക് തരണമേ, ഞാൻ നിന്റെ രക്ഷയിൽ സന്തോഷിക്കണം. അപ്പൊ ആ ആത്മാവിനോട് കാണിച്ച വ്യാജമാണ് ആ സന്തോഷം, വീട്ടിനകത്തുള്ള സന്തോഷം. ഇതുപോലെ നമ്മൾ ചെയ്ത കുറ്റം നമ്മൾ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വരെ ഇത് മാറില്ല. വധു അതൊക്കെ ചെയ്യേണ്ടത്. നീ കർത്താവിന്റെ വധുവാ. നിന്നെ അവിടെ നിന്ന് സോറിലെന്നാ ദൈവം തെരഞ്ഞെടുത്തത്. അന്തഃപുരത്തിലെ മഹാറാണി ശോഭയണിഞ്ഞു നിൽക്കുന്നു. നിന്നെ എവിടെ വെച്ച് കണ്ടാലും ആളുകൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. വേർപെട്ടവൾ, വേർപെട്ടവൻ.
ദൈവിക അനുഗ്രഹം പ്രാപിച്ചവൾ, അവരുടെ തലമുറ എന്ന് പറഞ്ഞ് ബഹുമാനിക്കത്തക്ക രീതിയിൽ ഒരു വധുവാകാൻ ദൈവം നമ്മെയും എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ വധുവായി ജീവിച്ച് നിങ്ങൾ വസ്ത്രമണിഞ്ഞ്, നിങ്ങളുടെ കുടുംബക്കാർ വസ്ത്രമണിഞ്ഞ് വെളിയിൽ വരുമ്പോൾ പട്ടണത്തിലുള്ളവർ സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഈ സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും യാചിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.